ഇങ്ങനെ കളിക്കാൻ നോക്കി. ഇങ്ങനല്ല അറ്റ ഹായ്, ഇന്ന് ഒരു നൈറ്റ് ഔട്ടിങ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ നൈറ്റ് ഒന്ന് ബീച്ചിലേക്ക് പോയിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ളൊരു ബീച്ചിൽ പോയതാണ്. അൽഹീറ ബീച്ച്, ഷാർജ അൽഹീറ ബീച്ചിൽ കണ്ടു നമ്മൾ പോകുന്നത്. നമ്മളെപ്പോഴും നോർമലി ആ ഒരു ലൈറ്റൊക്കെ ഉള്ളൊരു ഭാഗത്തൊക്കെ പോവാറ്. പക്ഷെ ഇന്ന് നമ്മൾ ഓപ്പൺ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മളെ നാട്ടിലെ പൊതുവെ ഒരു ചായയൊക്കെ കുടിച്ച് 4 മണിക്ക് ശേഷം ഒക്കെയാണ് ബീച്ചിൽ പോവാറ്. ബീച്ചിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം തന്നെ സൺസെറ്റ് കാണുക, ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ നോക്കി നിൽക്കുക, അതൊക്കെ ഒരു രസമാണ്. പക്ഷെ ഇതിപ്പോൾ നൈറ്റാണ് കേട്ടോ പോകുന്നത്, സൂര്യനൊക്കെ പോയി. അങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഈത്തപ്പന കണ്ടത്. നമ്മളെ ഈത്തപ്പഴമൊക്കെ കാരക്ക പച്ച കളറിൽ വിരിഞ്ഞിട്ടുണ്ട്. ഇനി ചൂട്ടത്താണ് ഇതൊക്കെ പഴുത്ത് വരിക, അതിനുള്ള ചൂട് ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ നടക്കുകയാണ് ബീച്ചിലേക്ക്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ അതാ ബീച്ചെത്തി. നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ് കേട്ടോ. ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുള്ള ബീച്ചാണ്. അറുപതാ ബീച്ചിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ അത് ഓടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നൈറ്റുള്ള ബീച്ചിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും നല്ല പ്രൈവസി ആണ് നൈറ്റൊക്കെ ബീച്ച് പോകുമ്പോൾ. എന്താ പറയുക, നല്ലൊരു ഫീലാണ്. കാറ്റും ചെറിയൊരു തണുത്തൊരു കാറ്റും നല്ലൊരു ഫീലാണ്. പിന്നെ അതാ നമ്മൾ പതിവ് പണി, ഞാനും കാലൊക്കെ നനച്ചിട്ടോ. രാത്രി ആയതുകൊണ്ട് കാലൊന്നും കാണാൻ തന്നെ ഇല്ല, പക്ഷെ ഒരു രസം. പിന്നെ ഇതാ അവിടെ നോക്കിയപ്പോൾ കുറേ കക്കകളുണ്ടായിരുന്നു. കക്ക, ശംഖ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ തീരത്ത് ഇങ്ങനെ അടിഞ്ഞെടുക്കണ്ടായിരുന്നു. ഞാനിപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ പറക്കിയെടുത്തു കേട്ടോ. ഇതാ ആ കക്കയും ശംഖൊക്കെ ഞാൻ എന്താ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത് വെച്ചിട്ട് നമുക്കൊരു DIY ചെയ്യാം, നമുക്കൊരു ടേബിൾ ഡെക്കർ ചെയ്യാം. അപ്പോൾ ഞാൻ അതിനുള്ള സജ്ജീകരണങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സാണ് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, സാധാ ഒരു മീഡിയം സൈസിലുള്ളൊരു ബോക്സ്. അത് നന്നായി ക്ലീൻ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു ബൊക്കെയാണ് കേട്ടോ. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് കുറേ നാളായി. ആ ഫ്ലവേഴ്സൊക്കെ ഉണങ്ങി നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. നല്ല നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ശരിക്കും ഈ ഫ്ലവേഴ്സ് എടുക്കാൻ എനിക്ക് തോന്നിയില്ലെങ്കിലും, പക്ഷേ ഇത് ഇങ്ങനെ വെക്കുന്നതിന് മുമ്പ് അത് നമ്മൾ ടേബിളിൽ വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതാ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലവറൊക്കെ. ശരിക്കും ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഗിഫ്റ്റ് തന്നൊരു ബൊക്കെയാണ് കേട്ടോ. എന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡെക്കറിന് വേണ്ടി എടുക്കുന്നത്. ഈ ഒരു ബൊക്കെ കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കെന്തോ അത് എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ബൊക്കെ എന്നുള്ള ഫ്ലവർ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഈ DIY ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഭയങ്കരമായ സെറ്റിങ്സ് ഒന്നും അല്ലെങ്കിലും കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ.
ഇങ്ങനെ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ടേബിളിൽ വെക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറി എന്ത് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അത് ചിലപ്പോൾ ചില വളപ്പൊട്ടുകളാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്നും കാണാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ഇഷ്ടമുള്ള എല്ലാതും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം തന്നെ ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ ഷെല്ലൊക്കെ ഒട്ടിക്കാൻ പോകുന്നത്. അത്യാവശ്യം കുറച്ച് എന്താ പറയുക, നല്ല ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ഒട്ടിക്കുന്ന ഗ്ലൂ യൂസ് ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത് ഈ ഷെല്ലൊക്കെ ഒട്ടിക്കാൻ. നമ്മൾ നോർമൽ ഫെവിക്കോൾ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഗ്ലൂ ഗണ്ണൊക്കെ നിൽക്കും. അങ്ങനെ ഓരോ സീഷെല്ലും ഇങ്ങനെ ഗ്ലൂ എടുത്തിട്ട് ഫുൾ അറേഞ്ച് ചെയ്തിട്ട് ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 സൈഡിൽ മാത്രമാണ് കേട്ടോ ഈ ഷെല്ലുകൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. എനിക്കെന്തോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടി അങ്ങനെ 2 സൈഡിൽ മാത്രം വെക്കുന്നതാണ് ഭംഗിയായിട്ട് തോന്നിയത്. സോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ പോയൊരു ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊന്ന് പൊതിച്ച് നോക്കുമ്പോൾ വീഴുന്നില്ല, അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ DIY ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഫ്ലവേഴ്സും കൂടി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു വിടവിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം. കുറച്ച് ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണ പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മളെ ടേബിളിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിന് മുന്നേ ഈ ഒരു ഫ്ലവർ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇനി നമ്മൾ ഡെക്കറ് ഞാൻ ലൈക്കുന്നത് നമ്മളെ മങ്കിയുടെ അടുത്ത് വെക്കാമെന്നാണ്. ഇവിടെ വെച്ച് നോക്കാം. ഒന്ന് മാറ്റി അപ്പുറത്തേക്ക് വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ.